ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന KPCCയുടെ മഹാപഞ്ചായത്ത് ഇന്ന് കൊച്ചിയിൽ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരും പരാജയപ്പെട്ടവരുമായ കോൺഗ്രസ് പ്രതിനിധികൾ മറൈൻ ഡ്രൈവിലെ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും. KPCCയുടെ പ്രിയദർശിനി പുരസ്കാരം ഡോക്ടർ ലീലാവതി ടീച്ചറിന് തൃക്കാക്കരയിലെ വീട്ടിലെത്തി രാഹുൽ ഗാന്ധി സമ്മാനിക്കുകയും ചെയ്യും. തനേഷ് തമ്പി കൊച്ചിയിൽ നിന്ന് മറൈൻ ഡ്രൈവിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. തനേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വരുന്നത് വലിയ ആഘോഷമാക്കാനുള്ള നീക്കത്തിലാണോ കോൺഗ്രസും KPCCയും? ഗുഡ് മോർണിംഗ് SKN. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് കോൺഗ്രസും UDF ഒക്കെ നേടിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വിജയ പ്രഖ്യാപനം, അതിന്റെ ഒരു വിളംബരം എന്നുള്ള നിലയിലാണ് ഈ ഒരു മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. മറൈൻ ഡ്രൈവിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂറ്റൻ വേദിയിലാണ് ഈ പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മത്സരിച്ച് വിജയിച്ച ഏതാണ്ട് 15,000-ലധികം ജനപ്രതിനിധികൾ ഇങ്ങോട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. വലിയ ഒരു പരിപാടി തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഏതാണ്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ ഒരു പരിപാടിയെ KPCC കാണുന്നത്. ഇനി സ്ഥാനാർത്ഥി നിർണയവും തുടർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ രാഹുൽ ഗാന്ധിയെ തന്നെ നേരിട്ടിറക്കി ഈ ഒരു വലിയ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ച് അതിലൂടെ തങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജ്ജരായി കഴിഞ്ഞു എന്ന ഒരു സന്ദേശം സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും 15,000-ലധികം വരുന്ന ജനപ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. രാവിലെ 11 മണിയോടുകൂടെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്നും ഈ ജനപ്രതിനിധികൾ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 12:45 നെടുമ്പാശ്ശേരിയിൽ രാഹുൽ ഗാന്ധി എത്തുക. ചാർട്ടേഡ് ഫ്ലൈറ്റിലെത്തുന്ന അദ്ദേഹം നേരെ പോവുക നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൊഫസർ ലീലാവതി ടീച്ചറുടെ വസതിയിലേക്കായിരിക്കും. അവിടെ അവാർഡ് സമർപ്പണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് മറൈൻ ഡ്രൈവിലേക്ക് എത്തും. 2 മണിക്കാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, കനയ്യകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കളും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള ഒരു കരുത്തായി തീരും എന്നുള്ളതാണ് UDFും കോൺഗ്രസും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചിട്ട് വലിയ രീതിയിൽ, വിപുലമായ രീതിയിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതുപോലെ തന്നെ കൂറ്റൻ വേദി ഇതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി മറൈൻ ഡ്രൈവും പരിസരവും കോൺഗ്രസ് പ്രവർത്തകരാൽ നിബിഡമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.